ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ലഹീം. ഞാനിവിടെ എക്സ്പ്രസോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റേണാണ്. ഞാൻ ഒരുപാട് കാലമായിട്ടുള്ളൊരു വിഷയമായിരുന്നു ഇതുപോലൊരു ടോപ്പ് ടയറിലുള്ളൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് എടുക്കണം എന്നുള്ള. അങ്ങനെയാണ് ഞാൻ എക്സ്പ്രസോയിൽ ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിച്ചതും ഇവിടെ എത്തുന്നത്. എക്സ്പ്രസോയിൽ വർക്ക് കൾച്ചർ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ഏജൻസി കൾച്ചറോ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറോ ഒന്നും അല്ല ഇവിടെ കാര്യമായിട്ടുള്ളത്. ഇവിടെ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിക്കാണ് കൂടുതലായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ക്രിയേറ്റീവ് ജോബ് ഓർ ബൂസ്റ്റ് യുവർ ക്രിയേറ്റിവിറ്റി, എക്സ്പ്രസോ വാസ് ദ ബെസ്റ്റ് ചോയ്സ് ഐ വുഡ് റെക്കമെൻഡ്. എക്സ്പ്രസോയിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടുത്തെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഒരിക്കലും ഹയറാർക്കി നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരാൾ സുപ്പീരിയർ, ഒരാൾ ഇൻഫീരിയർ, ഈവൻ ഒരു ഇന്റേൺ ആണെങ്കിൽ പോലും ഇതിൻ്റെ പല അഭിപ്രായങ്ങൾക്കും ഇവിടെ ഭയങ്കരമായിട്ട് വില കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പ്രസോയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി ഒബ്വിയസ്ലി അഫ്താബ്ക്കാണ്. എക്സ്പ്രസോ എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ആ നെറ്റ്വർക്ക് ഇറ്റ് വാസ് ബിഗ്. എങ്ങനെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കണം എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് മൂപ്പരെ പോലെ ഒരു അടിപൊളി ബിസിനസ് നെറ്റ്വർക്കും ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള. ഞാനിവിടെ എക്സ്പ്രസോയിൽ വന്ന ടൈമിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു ഫ്ലോ ആയിട്ട് മിങ്കിൾ ആവാൻ എനിക്കൊരു ഏജൻസി വർക്ക് കൾച്ചറോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പക്ക തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇവരൊക്കെ എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, ഇവരെങ്ങനെ സംസാരിക്കുന്നു, ഇവർ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പക്ക പഠിച്ചിട്ടുള്ളൊരു സാധനമാണ്. എനിക്ക് ഇവിടെ വൺ ഓഫ് ദ മെമ്മറബിൾ ഡേ ഞാൻ ഇവിടെ കയറുന്ന ദിവസം തന്നെയായിരുന്നു. അതായത് ഞാൻ ഇവിടെ കയറുന്ന ദിവസം ഇവിടെ ഓണം സെലിബ്രേഷൻ നടക്കുന്നതാണ്. സൈന ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറഞ്ഞ് ഓണം സെലിബ്രേഷനാണ് വരുന്നത്, അപ്പോൾ ഇത്രയും പെട്ടെന്ന് അടുത്ത ഡേറ്റിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റിൽ ഞാൻ അവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ വൈബാണ്. ആ രീതിയിൽ എനിക്കതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.